ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 8-ലെ ആൽജിബ്രൈക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡൻറ്റിറ്റീസ് ആണ്. നിങ്ങൾക്ക് ഉള്ളിൽ വെച്ചിട്ടുള്ള ഏറ്റവും ചെറിയതും ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ്. എളുപ്പം എന്ന് വെച്ച് ഇമ്പോർട്ടൻസ് ഇല്ല എന്നില്ല. ഇനി നിങ്ങൾ വരും ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്ററും കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് നോക്കാം. ആൽജിബ്രൈക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡൻറ്റിറ്റീസ്. ഈ എക്സ്പ്രഷൻ എന്ന് നമ്മൾ വലുതായിട്ട് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ഇക്വേഷൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഫോർ എക്സാമ്പിൾ 2x + 4y = 6. ഓക്കെ, ഇതിനാണ് നമ്മൾ ആൽജിബ്രൈക് ഇക്വേഷൻ എന്ന് പറയുന്നത്. 2x + 4y = 6. ഇക്വേഷൻ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഇക്വേഷൻ ഈക്വൽ ടു. ഇനി ഈക്വൽ ടു ഞാനെടുത്ത് മാറ്റാം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എക്സ്പ്രഷൻ കിട്ടും? 2x + 4y എന്ന് കിട്ടും അല്ലേ? ഇതിനാണ് നമ്മൾ പറയുന്നത് ആൽജിബ്രൈക് എക്സ്പ്രഷൻ. ഇനി എന്താണ് ആൽജിബ്രൈക് എക്സ്പ്രഷൻ എന്നറിയണ്ടേ? അതിനു മുന്നേ നമ്മൾ എന്താണ് ടേംസ്, എന്താണ് വേരിയബിൾസ്, എന്താണ് കോൺസ്റ്റൻസ്, എന്താണ് കോഎഫിഷ്യൻറ്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ ഓൾറെഡി എടുത്തു അല്ലേ, 2x + 4y + 7 എന്നും കൂടി ഞാൻ എഴുതി. ഞാൻ ഈക്വൽ ടു എന്ന ചിഹ്നം ഇട്ടില്ല. ഈക്വൽ ടു എന്ന സിമ്പിൾ ഇട്ടാൽ അതൊരു ഇക്വേഷനായി മാറും അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ. ഇതിന് ടേംസ് എന്ന് വെച്ചാൽ എന്താണ്? ടേംസ് ഇസ് സംതിങ് വിച്ച് ഈസ് സെപ്പറേറ്റഡ് ബൈ എ പ്ലസ് ഓർ എ മൈനസ് സൈൻ. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കി നോക്കിയേ, ഇവിടെ ഒരു പ്ലസ് ഉണ്ട് അല്ലേ? ഇത് ഒരു ടേമാണെന്ന് പറയാം, ഇതൊരു ടേമാണെന്ന് പറയാം, ഇതൊരു ടേമാണെന്ന് പറയാം. കാരണം എന്താ? കണ്ട, ഈ രണ്ട് ടേമും തമ്മിൽ ഒരു പ്ലസ് സൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ടേം വെച്ചിട്ട് ഒരു പ്ലസ് സൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പ്ലസ് സൈൻ മാറ്റി മൈനസ് ആണെങ്കിലും കണ്ട, പ്ലസ് ഓർ മൈനസ് സൈനാണ് ടേംസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ആൽജിബ്രൈക് എക്സ്പ്രഷനിൽ ടേംസ് എന്ന് വെച്ചാൽ ദീസ് ആർ സംതിങ് വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ എ പ്ലസ് ഓർ എ മൈനസ് സൈൻ. ഇനി ടേംസ് നമ്മൾ ഓക്കെ ആയല്ലോ. ഇനി അതിൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? വേരിയബിൾസ് ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, വേരി ചെയ്യാം. ഇപ്പോൾ ഞാൻ പറയാണ് 7 വേരി ചെയ്യാൻ പറ്റുമോ? ഇല്ല. 7 എപ്പോഴും 7 തന്നെ ആയിട്ടിരിക്കും. ഞാൻ 7 എടുത്തിട്ട് എനിക്കതിനെ 4 എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല, അത് വേരി ചെയ്യത്തില്ല. 7 ഈസ് ഓൾവേസ് 7. ഇനി നമ്മൾ 8 എടുത്താൽ 8 ഈസ് ഓൾവേസ് 8. അപ്പം ഇത് വേരി ചെയ്യത്തില്ല. അപ്പം ഇതിന് നമ്മൾ പറയുന്ന പേരാണ് കോൺസ്റ്റൻസ്. ഇത് നമ്മൾ എന്താ പറയുക? കോൺസ്റ്റൻസ്. അപ്പോൾ വേരി ചെയ്യാൻ പറ്റുന്ന ടേംസ് എന്താ? വേരി ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയായിരിക്കും? യെസ്, എക്സ്. ഈ എക്സിന് എനിക്ക് എന്ത് വാല്യൂ കൊടുക്കാം? എക്സ് ക്യാൻ ബി 7, എക്സ് ക്യാൻ ബി 8, എക്സ് ക്യാൻ ബി 100, എക്സ് ക്യാൻ ബി 200, എന്തോ ആവാം അല്ലേ? അപ്പം ഈ എക്സ് എന്ന വാല്യൂ ക്യാൻ ബി വേരിയഡ്. അപ്പം ഈ എക്സിനെ ഞാൻ എന്ത് പറയും? വേരിയബിൾ എന്ന് പറയും. ഇനി എക്സ് എന്നല്ല, നമുക്ക് ഏതൊരു ആൽഫബറ്റും വെച്ചിട്ടും വേരിയബിൾസിനെ ഡിനോട്ട് ചെയ്യാം. വൈ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം എനിക്ക്, സെഡ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം എനിക്ക്, എ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം എനിക്ക്. അപ്പം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ക്യാൻ വേരി. ഇനി കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോയിഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ഈ വേരിയബിളിൻ്റെ കൂടെ ഇപ്പം എന്തെങ്കിലും ഒരു നമ്പർ കിടക്കുകയാണെങ്കിൽ നമ്മളതിനെ കോയിഫിഷ്യൻ്റ് എന്ന് വിളിക്കും. എന്താണ്? വേരിയബിളിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു നമ്പർ കിടക്കുകയാണെങ്കിൽ നമ്മളതിനെ കോയിഫിഷ്യൻ്റ് എന്ന് വിളിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ട, എക്സിൻ്റെ കൂടെ 6 ആണ്. അപ്പോൾ ഇവിടെ 6 ആണ് കോയിഫിഷ്യൻ്റ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? എക്സിൻ്റെ കൂടെ 2 ആണ് കോയിഫിഷ്യൻ്റ്. ഇവിടെ വൈൻ്റെ കോയിഫിഷ്യൻ്റ് ആരാ? 4 ആണ്. ഇവിടെ കോയിഫിഷ്യൻ്റ് ഉണ്ടോ? ഇല്ല. വേരിയബിളിൻ്റെ കൂടെ ഉള്ള നമ്പറിനെ മാത്രം നമ്മൾ കോയിഫിഷ്യൻ്റ് എന്ന് വിളിക്കുകയുള്ളൂ. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പം ടേംസ് എന്താണെന്ന് മനസ്സിലായി, വേരിയബിൾസ് എന്താണെന്ന് മനസ്സിലായി, കോഎഫിഷ്യന്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി കോൺസ്റ്റന്റ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ 7 അല്ല കോൺസ്റ്റന്റ്, ഇവിടെ എന്താണ്? -7 ആണ്. -7 ആണ് കോൺസ്റ്റന്റ് അല്ലേ? ഒന്ന് വെറുതെ ചിന്തിച്ച് നോക്കിയേ. 2x + 4y, ഇതിനെ എനിക്ക് +-7 തന്നെ ഇത് കൂടെ. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റ് എന്താ? -7. മനസ്സിലായോ? അപ്പം കോൺസ്റ്റന്റ് ഇസ് എ ഫിക്സ്ഡ് നമ്പർ, വേരിയബിൾ ഈസ് ആർ ലെറ്റേഴ്സ് റെപ്രസെൻറ്റിങ് അൺനോൺ നമ്പേഴ്സ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിംഗിൾ പാർട്ട് ഓഫ് ആൻ എക്സ്പ്രഷൻ. നമ്മൾ നേരത്തെ 2x + 4y എന്ന് പറയുകയാണെങ്കിൽ എക്സ്പ്രഷനിലുള്ള സിംഗിൾ പാർട്ടാണ് സെപ്പറേറ്റഡ് ബൈ പ്ലസ് ഓർ മൈനസ് സൈൻ. അപ്പോൾ ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കണ്ട, ഇതിൽ 2x, ഇവിടെ 3x ഒരു ടേമാണ്, -5y ഒരു ടേമാണ്, 7 ഒരു ടേമാണ്. എപ്പോഴും പ്ലസ് ഓർ മൈനസ് സൈൻ വെച്ചിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയാണ് 2x ×
4y ആണെന്ന് വിചാരിച്ചോ. ഇതിൽ എനിക്ക് 2x ഒരു ടേം ആണെന്ന് പറയാൻ പറ്റുമോ? 4y ഒരു ടേം ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇറ്റ് ഈസ് നോട്ട് സെപ്പറേറ്റഡ് ബൈ പ്ലസ് ഓർ മൈനസ് സൈൻ. ഇത് എനിക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്താൽ അല്ലേ എന്താണ് 2x ഇൻറ്റു 4y നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 2x ഇൻറ്റു 4y എന്ന് പറയുന്നത് 8xy ആണ്. 8xy ഈസ് എ സിംഗിൾ ടേം. 8xy is a single term. അപ്പോൾ 2x ഇവിടെ ഒരു ടേം ആണോ? അല്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് സെപ്പറേറ്റഡ് ബൈ എ പ്ലസ് ഓർ എ മൈനസ്. ഇനി നമ്മൾ നോക്കുന്നത് കോയിഫിഷ്യൻ്റ് നമ്മൾ പറഞ്ഞു 7xലാണെങ്കിൽ വേരിയബിളിൻ്റെ കൂടെ ഇരിക്കുന്നത് എന്താണോ അതിനാണ് നമ്മൾ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് 7. ഇനി നമ്മൾ ആൽജിബ്രൈക് എക്സ്പ്രഷൻ എന്താ പറഞ്ഞു? നമ്മൾ പറഞ്ഞു ഇക്വേഷനും എക്സ്പ്രഷനും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? കാരണം എന്താ? ഇക്വേഷൻ ഈക്വൽ ടു സൈൻ ഉണ്ട്. എന്നാൽ എക്സ്പ്രഷൻ എന്താ? ആൽജിബ്രൈക് എക്സ്പ്രഷൻ ഈസ് ഫോൺ ബൈ യൂസിങ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് combined by operations such as plus sign, minus sign, etc. അപ്പം ഫോർ എക്സാമ്പിൾ 5x minus 3y. ഓക്കെ, ഇവിടെ അവർ പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ ഓക്കെ ആണോ നോക്കാം. ആൽജിബ്രൈക് എക്സ്പ്രഷൻ ഈസ് ഫോംഡ് യൂസിങ് വേരിയബിൾസ്. വേരിയബിൾസ് ഉണ്ട്. ആൻഡ് കോൺസ്റ്റൻസ് നമുക്കൊരു 6 കൂടി ഇടാം. കോൺസ്റ്റൻറ്റ് ഓക്കെ കമ്പൈൻഡ് ബൈ ഓപ്പറേഷൻസ് ലൈക്ക് മൈനസ് പ്ലസ്. ഓക്കെ, ഇനിയിപ്പം ഈ കോൺസ്റ്റൻറ്റ് ഇല്ല എന്ന് വിചാരിച്ചോ, എന്നാലും ഇതിനെ എക്സ്പ്രഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, എല്ലാം ഒരുമിച്ചുണ്ടാവണം എന്നില്ല. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഈക്വൽ ടു ഇട്ട എക്സ്പ്രഷൻ ആവോ? ഇല്ല. ഇറ്റ് ചേഞ്ചസ് ഇൻ ടു ആൻ ഇക്വേഷൻ. മനസ്സിലായോ? അപ്പം എക്സ്പ്രഷനിൽ ഈക്വൽ ടു ഇല്ല. അത് ഞാൻ വീണ്ടും എടുത്ത് പറയാം. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആൽജിബ്രിക് എക്സ്പ്രഷൻസിന് എക്സാമ്പിൾസ്. യെസ്, വെരി ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പ്രഷൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് പോലെയാണ്. പക്ഷേ നിങ്ങൾ ഈ ഇൻട്രൊഡക്ടറി ക്ലാസ് നല്ല രീതിയിൽ ഞാൻ പറയുന്ന ഓരോ വാക്കും നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏതാണ്ട് 80 to 90% നിങ്ങളുടെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ എന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, 80 to 90% അത് ഞാൻ ഗ്യാരണ്ടി തരാം. ടൈപ്സ് ഓഫ് എക്സ്പ്രഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് എക്സ്പ്രഷനിൽ നമുക്കറിയാം പോളിനോമിയലുണ്ട്, ബൈനോമിയലുണ്ട്, ട്രൈനോമിയലുണ്ട്. ഓക്കെ, ഇനി ഇതൊക്കെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ടേംസ് വെച്ചിട്ടായിരിക്കും, നമ്പർ ഓഫ് ടേംസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ പോളിനോമിയൽ, മോണോമിയൽ, ബൈനോമിയൽ എല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇനി അവർ ചോദിക്കും നമുക്ക് എങ്ങനെ ഒരു പോളിനോമിയൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതിൻ്റെ സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ടുള്ള സാധനം ഒരു ഹോൾ നമ്പർ ആണെങ്കിൽ നമുക്കിതിനെ പോളിനോമിയൽ എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? പോളിനോമിയൽ എന്ന് വിളിക്കാം. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കി ഇതിനെ പോളിനോമിയൽ എന്ന് ഞാൻ വിളിച്ചു. കാരണം എന്താ? ഇറ്റ് ഹാസ് 1 or more terms. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇവിടെ +y ഇട്ടില്ല എന്ന് വിചാരിച്ചോ, എന്നാലും ഇതൊരു പോളിനോമിയൽ. കാരണം ഇതിന് x², ഇവിടെ കണ്ട x³ ഇനി 2 ടേംസ് 1 or more terms ആണ്. 1 or more ടേംസിലുള്ള എല്ലാത്തിനും ഞാൻ ഇത് പോളിനോമിയൽ എന്ന് വിളിക്കാം. 1 or more ടേംസിലുള്ള എല്ലാത്തിനും എനിക്ക് പോളിനോമിയൽ എന്ന് വിളിക്കാം. ഇനി പോളിനോമിയലും ആൽജിബ്രൈക് എക്സ്പ്രഷനും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം നിങ്ങൾ. ഓക്കെ, പോളിനോമിയലും ആൽജിബ്രൈക് എക്സ്പ്രഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമുക്കറിയാം. ആൽജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. 5x + 3. ഓക്കെ, ഇനി 5x⁻², ഇത് ഒരു എക്സ്പോണൻ്റ് എന്താണ്? എക്സ്പോണൻറ്റിൽ എന്താണുള്ളത്? 1/2 + 3 എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എന്ത് പറയും? യെസ്, ഇതിനെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയും. എന്നാൽ ഇവിടെ ഞാൻ ഇതേ സാധനം ഞാൻ പോളിനോമിയൽ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഞാൻ എന്ത് പറഞ്ഞു? വേരിയബിൾസിൻ്റെ കൂടെയുള്ള എക്സ്പോണൻ്റ് എപ്പോഴും ഹോൾ നമ്പർ ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 വല്ലാണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിതിനെ പോളിനോമിയൽ എന്ന് വിളിച്ചേനെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എന്നാൽ ഈ 5x³ + 3 എന്ന് പറയുന്ന ഒരു ആൽജിബ്രൈക് എക്സ്പ്രഷനും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓൾ പോളിനോമിയൽസ് come under algebraic expression, but not all algebraic expression is a polynomial. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അതായത് പോളിനോമിയൽസ് എല്ലാം ആൽജിബ്രൈക് എക്സ്പ്രഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് നോക്കാം. ഇനി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ 1 or more ടേംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പോളിനോമിയൽ എന്ന് വിളിക്കും. ഇനി പോളിനോമിയൽസിൽ തന്നെ വീണ്ടും കാറ്റഗറി ഉണ്ട്. മോണോമിയൽ ഉണ്ട്, ബൈനോമിയൽ ഉണ്ട്, ട്രൈനോമിയൽ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ കണ്ട, ഇവിടെ 2 ടേംസ് ഉണ്ട് അല്ലേ? ഒന്ന് x, y. 2 ടേംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് കാറ്റഗറിയിൽ വരും? യെസ്, ബൈനോമിയൽ ടേംസ്. കണ്ട, ബൈനോമിയൽ വരും. ഓക്കെ, ബൈനോമിയൽ വരും. കണ്ട, ഇവിടെ x + 3 ഇവിടെ കണ്ട ഹോൾ നമ്പറാണ്. അപ്പം ബൈനോമിയൽ ഇസ് എ പോളിനോമിയൽ, കാരണം ഹോൾ നമ്പേഴ്സ് ആണല്ലോ. പോളിനോമിയൽ വിത്ത് 2 ടേംസ്. ഓക്കെ,
ഇനി മോണോമിയൽ ആണെങ്കിൽ എന്തായിരിക്കും ഒരു ടേം. ഓക്കെ, ഇവിടെ 5x ഒരു ടേമാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ പ്ലസ് വൈ മാറ്റി, ഇപ്പോൾ ഒറ്റ ടേം അല്ലേ ഉള്ളൂ. കാരണം എന്താ ടേംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ബൈ പ്ലസ് ഓർ മൈനസ്, സെപ്പറേറ്റഡ് ബൈ പ്ലസ് ഓർ മൈനസ് സൈൻ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒറ്റ ടേം ഉള്ളൂ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒറ്റ ടേമാണ്. എക്സ് സ്ക്വയർ ഇസ് എ മോണോമിയൽ. ഇനിയിപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര ടേം ഉണ്ട്? 5x 6. അപ്പം 3 ടേംസ് ഉണ്ട് അല്ലേ? 3 ടേംസിനാണെങ്കിൽ നമ്മൾ എന്താ പറയും? ട്രൈനോമിയൽ. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ലൈക്ക് ടേംസും അൺലൈക്ക് ടേംസും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ അഡീഷൻ, സബ്ട്രാക്ഷൻ എന്നൊക്കെ നമ്മൾ വരുമ്പോൾ, മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അഡീഷൻ സബ്ട്രാക്ഷനിൽ മെയിനായിട്ട് നമ്മൾ ലൈക്ക് ടേംസ് മാത്രമേ നിങ്ങൾക്ക് ആഡോ സബ്ട്രാക്റ്റോ ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും കേട്ടോ, അഡീഷനും സബ്ട്രാക്ഷനിലും ലൈക്ക് ടേംസ് മാത്രമേ നിങ്ങൾക്ക് ആഡോ സബ്ട്രാക്റ്റോ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കാം, മനസ്സിലാക്കി തരാം. ഇനി ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം വേരിയബിൾ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് 3x 7x. ഇതിലുള്ള അതേ എക്സാമ്പിൾ തരാം. 3x 7x. നോക്കി രണ്ടിടത്തും എക്സിന് ഇത് എത്രയായിരിക്കും? എക്സിന് എത്രയാണ്? എക്സിൻ്റെ എക്സ്പോണൻ്റ് എത്രയാണ്? 1 അല്ലേ? ഇതിനാണ് നമ്മൾ എന്താ പറയുക? ലൈക്ക് ടേംസ് എന്ന് പറയുന്നത്. അതായത് വേരിയബിൾസ്, ഇവിടെ വേരിയബിൾസ് ആരാ? എക്സ്. വേരിയബിൾസിന് എന്താ ഉണ്ടാവുക? സെയിം പവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സെയിം എക്സ്പോണൻറ്റിൽ സെയിം സാധനം ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ സെയിം പവേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. ഒരു 6x സ്ക്വയർ 6y സ്ക്വയർ 2/3y സ്ക്വയർ. ഇത് ലൈക്ക് ടേംസ് ആണ്. മനസ്സിലായോ? എന്താണ് നമ്മളെ ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് അല്ല നോക്കുന്നത്. കോയിഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? വേരിയബിളിൻ്റെ കൂടെയുള്ള സാധനം. അതല്ല നമ്മൾ നോക്കുന്നത്. നമ്മളെന്താ നോക്കുന്നത്? ഈ ലെറ്ററിൻ്റെ കൂടെയുള്ള പവർ. ലെറ്റർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? വേരിയബിളിൻ്റെ കൂടെയുള്ള പവേഴ്സ് സെയിം ആണോ എന്ന്. എന്നാ ഞാൻ പറയാണ് 6y സ്ക്വയർ. എന്നിട്ട് ഞാൻ പറയാണ് 6y. അപ്പോൾ നമ്മൾ വിചാരിക്കും ലൈക്ക് ടേംസ്. അല്ല, ദിസ് ഈസ് നോട്ട് എ ലൈക്ക് ടേം. എന്തുകൊണ്ടാണ്? നമ്മളിവിടെ ആകെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ വേരിയബിൾ മാത്രമാണ്. വേരിയബിൾസിൻ്റെ പവേഴ്സ് സെയിം ആണോ? അല്ല. ഇവിടെ വേരിയബിൾസിൻ്റെ ഒരെണ്ണത്തിൻ്റെ എക്സ്പോണൻറ്റ് സൈഡ് അഥവാ പവറിലിരിക്കുന്നത് 2, ഒരെണ്ണത്തിൻ്റെ പവറിലിരിക്കുന്നത് 1. അല്ല, ദിസ് ഈസ് നോട്ട് എ ലൈക്ക് ടേം. ബിക്കോസ് ഫോർ എ ലൈക്ക് ടേം ഇറ്റ് ഹാസ് സെയിം പവേഴ്സ് ആസ് വെൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കുന്നു. അൺലൈക്ക് ടേംസ് ആണെങ്കിൽ ഇത് നോക്കി കണ്ട 3xും 3x സ്ക്വയറും സെയിം ആണോ? അല്ല. കാരണം എന്താ? ഇവിടെ ഒരിടത്ത് 1 ആണ് പവർ, ഒരിടത്ത് 2 ആണ് പവർ. ഇനി 3xും 3yയും സെയിം ആണോ? അല്ല. നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? കോയിഫിഷ്യൻറ്റ് സെയിം ആക്കി തരും. പക്ഷേ സെയിം ആണോ ഇത്? അല്ല. ഒരു വേരിയബിൾ എക്സ്, ഒരു വേരിയബിൾ വൈ ആണ്. അപ്പം ഇവർ തമ്മിൽ നമുക്ക് ആഡോ സബ്ട്രാക്റ്റോ ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത് എക്സ് സ്ക്വയർ ആൻഡ് എക്സ് തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ്? പവേഴ്സിൽ വ്യത്യാസമുണ്ട്. സോ ദേ ആർ അൺലൈക്ക് ടേംസ്. ഓൺലി ലൈക്ക് ടേംസ് ക്യാൻ ബി ആഡഡ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലൈക്ക് ടേംസിൽ മാത്രമേ ആഡഡ് ഓർ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അഡീഷൻ ഓഫ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇതിൽ റൂളൊന്നും നിങ്ങൾ വലുതായിട്ട് നോക്കണ്ട, എന്നാലും ഒന്ന് വായിച്ചു വിടാം. എന്താ ചെയ്യേണ്ടത്? അറേഞ്ച് ലൈക്ക് ടേംസ് ടുഗെദർ. നമ്മളിപ്പോൾ ലൈക്ക് ടേംസ് പഠിച്ചേ ഉള്ളൂ അല്ലേ? ആഡ് ദ കോയിഫിഷ്യൻ്റ് ആഡ് ചെയ്യുക. കോയിഫിഷ്യൻ്റ് എന്താ നമുക്ക് അറിയാലോ? വേരിയബിൾ, അതായത് മറ്റേ എക്സ് വൈ സെഡ്, അതിൻ്റെ കൂടെ ഇരിക്കുന്ന നമ്പർ അത് ആഡ് ചെയ്യുക. നമ്പർ മാത്രം ആഡ് ചെയ്യുക. കീപ് ദ വേരിയബിൾ സെയിം, കീപ് ദ വേരിയബിൾ പാർട്ട് സെയിം. ഫോർ എക്സാമ്പിൾ അതെന്താ അവർ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 7x പ്ലസ് 5x. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം. ലൈക്ക് ടേംസ് അറേഞ്ച് ചെയ്ത് ടുഗെദർ അറേഞ്ച് ചെയ്യാം. അതായത് ഇപ്പം ഇവിടെ മുകളിൽ 7x പ്ലസ് 5y ആയിരിക്കും എന്ന് വിചാരിച്ചോ. 7x പ്ലസ് 5y പ്ലസ് 2 ആണെന്ന് വിചാരിച്ചോ. ഇതാണ് ഒരു ടേം. ഓക്കെ, അവർ പറഞ്ഞു ആഡ് 7x പ്ലസ് 5y പ്ലസ് 2 വിത്ത് എന്തായിരിക്കും? ഒരു 2x പ്ലസ് 3y. ഓക്കെ, ഇങ്ങനെ ആണ് തന്നേക്കെന്ന് വിചാരിച്ചോ. എന്നാൽ അവർ ആദ്യം പറഞ്ഞെന്താണ്? അറേഞ്ച് ലൈക്ക് ടേംസ് ടുഗെദർ. ലൈക്ക് ടേംസ് ടുഗെദർ അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറയാം 7x പ്ലസ് 5y പ്ലസ് 2 ഞാൻ ആദ്യം എഴുതി. ഇനി 2x, ഈ എക്സിൻ്റെ പവർ 1 ആയുള്ള സ്ഥലത്ത് ഞാൻ ഈ 2xൻ്റെ നേരെ അടി കൊണ്ടുവരുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ പവർ 1 ആണ്, വേറെ അടുത്ത് എക്സ് ഇല്ല. ഓക്കെ, ഇവിടെ എക്സിൻ്റെ പവർ 1 ആണ്. അപ്പം ഞാൻ അതിൻ്റെ നേരെ അടിയിൽ 2x എഴുതി. ഇനി 3y എനിക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല. അവർ പറഞ്ഞു അറേഞ്ച് ചെയ്യണം എന്ന്. 3y എവിടെ എഴുതാൻ പറ്റുള്ളൂ? 3y 5yൻ്റെ നേരെ അടിയിൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ ലൈക്ക് ടേംസ്. ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയും y raised to 1, ഇവിടെയും y raised to 1, സെയിം പവർ ഉണ്ട്.
പവർ സെയിം ആണെന്ന് അർത്ഥം. ലൈക്ക് ടേംസിൽ പവർ സെയിം ആണ്. ഓക്കെ, ഇനി ഇപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ ഒന്നുമില്ല. +0 അത് എഴുതേ വേണ്ട. +0 എന്ന് എഴുതേ വേണ്ട. എഴുതുന്നതെല്ലാം നമ്മൾ ചെറിയ പ്രായത്തിലുള്ള, നമ്മൾ കുറച്ചുകൂടി വലുതായാലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 7x 2x ഇവരെന്താ പറഞ്ഞത്? ആഡ് ദ കോയിഫിഷ്യൻറ്റ്. ഓക്കെ, 7 + 2 അത് രണ്ടിൻ്റെ കോയിഫിഷ്യൻറ്റ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് 9. കീപ് വേരിയബിൾ പാർട്ട് സെയിം. യെസ്, 9x² എന്നല്ല നമ്മളിവിടെ എഴുതാൻ പോകുന്നത്, വെറും എക്സ്. ഒന്ന് ആലോചിച്ച് നോക്കാം. എൻ്റെ കയ്യിൽ 5 മുട്ടായി, 5 മുട്ടായി, അവൻ്റെ കയ്യിൽ 2 മുട്ടായി. അപ്പം എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര മുട്ടായി? 5ഉം 2ഉം 7 മുട്ടായി. അല്ലാതെ നമ്മൾ 7 മുട്ടായി സ്ക്വയർ എന്നല്ല പറയുന്നത്. 7 മുട്ടായിയാണ് മൊത്തത്തിലുള്ളത്. 7 മുട്ടായിയാണ് മൊത്തത്തിലുള്ളത്. അതുപോലെ തന്നെ 7x 2x രണ്ടും കൂടി കൂട്ടുമ്പോൾ 7 + 2 9x² അല്ല. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിൽ നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. 5 രണ്ടും ലൈക്ക് ടേംസാണ്. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നു. 5 + 3 8 y അതുപോലെ തന്നെ എഴുതുന്നു. ഇവിടെ വേറെ ഒന്നുമില്ല, ആഡ് ചെയ്യാനൊന്നുമില്ല. 2. ഓക്കെ, ഇതാണ് നമ്മളെ ലൈക്ക് ടേംസ് ആഡ് ചെയ്യുന്ന അഡീഷനാണ്. ഓക്കെ, ഇനി ഇതിൽ കുറച്ചും കൂടി എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഇതിപ്പോൾ ഇവിടെ ഇവർ 3 എണ്ണം ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറഞ്ഞു. ഈ ഒരു എക്സ്പ്രഷൻ പ്ലസ് ഈ ഒരു എക്സ്പ്രഷൻ മനസ്സിലായോ? ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ആദ്യത്തെ എക്സ്പ്രഷൻ അതുപോലെ എഴുതുന്നു. അഡീഷൻ ആയതുകൊണ്ടാണ്. 5yz ഞാൻ ഇങ്ങനെ z എഴുതുന്നത്, -3zx. ഓക്കെ, 3zx. ഇനി ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് അറിയോ? z കാരണം ചിലവരെ പ്രശ്നം എന്താ അറിയോ? അവരിങ്ങനെ z എഴുതും, എന്നിട്ട് തൊട്ടപ്പുറത്ത് 2 കൂടി എഴുതും. പിന്നെ ഈ z ഏതാ 2 ഏതാന്ന് നമ്മൾ മറന്നു, കൺഫ്യൂഷൻ ആയിപ്പോകും നമ്മൾ പെട്ടെന്ന് എഴുതി പോകുമ്പോഴേ. അതുകൊണ്ട് z ഇങ്ങനെ എഴുതുക. ഇങ്ങനെ നമ്മൾ വേറെ ഒന്നും എഴുതുന്നില്ല. 3 എന്ന് പോലും നമ്മൾ ഇങ്ങനെയല്ലല്ലോ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ z ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കെയർഫുള്ളായിട്ട് എഴുതാം. ഇനി അടുത്ത നോക്കുകയാണ്. ഓക്കെ, ഇവിടെ കണ്ട 4yz ആണ് എൻ്റെ അടുത്ത ടേം. yz എന്ന ടേം മേളിലുണ്ടോ? ഉണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ താഴെ ഞാൻ ആ 4yz കൊണ്ടുവന്നു. ഓക്കെ, എളുപ്പമായല്ലോ. ഇനി +9zx ഇവിടെ +4yz ആയിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇവിടെ +9zx ആ മൊത്തത്തിൽ കൊണ്ടുവരണം. +9zx zx എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഉണ്ടോ? zx അതാ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ +9zx എന്ന് എഴുതി. ഓക്കെ, zx എന്ന് എഴുതി. ഇനി വേറെ ആരാ ഉള്ളത്? -4y. വെറും 4y അല്ല, -4y. ആ കൂടെ മൈനസോ പ്ലസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് വേണം നമ്മൾ പറയാൻ, ഒരു ടേം പറയുമ്പോൾ. അപ്പം -4y y മാത്രമായിട്ടൊരു ടേം ഉണ്ടോ? ഇല്ല. കണ്ട, ഇവിടെ xy ഉണ്ട്, ഇവിടെ yz ഉണ്ട്, ഇവിടെ zx ഉണ്ട്. അപ്പോൾ ലൈക്ക് ടേംസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? -4y തൊട്ട് ബാക്കിൽ ഇല്ലാത്തൊരു സ്ഥലത്ത് എഴുതും. ഇനി അഥവാ വരാണെങ്കിലോ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നു -2xy. 2xy ആണോ zxy ആണോ എന്നുള്ളത് സംശയമാണ്. അല്ല 2xy അത് മറ്റേ ഈ ഫോണ്ടിൻ്റെ പ്രശ്നം. -2xy xy ഉണ്ടോ ടേം? അതായിരിക്കണം xy ടേം. അപ്പോൾ അതിൻ്റെ നേരെ അടിയിൽ ഞാൻ അടുത്ത് എഴുതാൻ പോവാം -2xy. കാരണം എന്താ? ലൈക്ക് ടേംസ് അല്ലേ. x1 പവർ 1 ഇത് പവർ സെയിം. ഓക്കെ, ഇനിയിപ്പോൾ ഒരിടത്ത് xy ഒരിടത്ത് x²y ആണെങ്കിൽ ശരിയാണോ? അല്ല, ടേംസ് അൺലൈക്ക് ടേംസാണ്. കാരണം പവർ സെയിം അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നേരെ അടിയിൽ എഴുതാൻ പറ്റൂലായിരുന്നു. നമ്മളിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് പ്ലസ് ഇട്ടിട്ട് എഴുതണമായിരുന്നു. കാരണം വേറെ ടേംസ് സെയിം ആയിട്ട് ഒന്നുമില്ലല്ലോ. ഇനി -3zx എവിടെയെങ്കിലും ഉണ്ടോ? അതാ ഇവിടെ zx ഉണ്ട്. -3zx. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇനി ഈ ഇവിടെ ഒരു ഭാഗത്ത് -3zxന് പകരം -3xz ആണ് തന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിലും സെയിം നമുക്ക് ഇവിടെ തന്നെ എഴുതാം. കാരണം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഒന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറയാണ് 2 × z എന്ന് പറഞ്ഞാലും z × 2 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ. ഫോർ എക്സാമ്പിൾ 4 × 3 എന്ന് പറഞ്ഞാലും 3 × 4 എന്ന് പറഞ്ഞാലും 12 എന്നല്ലേ ഉത്തരം. അതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലിക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലൊന്നും ഒരു സീനും ഇല്ല. ഇനി അടുത്ത് നമ്മൾ നോക്കാം. അപ്പോൾ ഇവിടെ -3zx തന്ന് -3xz എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു അടിയിൽ ഇതിൻ്റെ നേരെ അണ്ടറിലായിട്ടായിരിക്കും എഴുതുന്നത്. കാരണം ലൈക്ക് ടേംസ് ആയതുകൊണ്ട്. ഇനി അടുത്തെന്താ? +5x മാത്രമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവൻ്റെ അടിയിലില്ല. അപ്പോൾ ഇവൻ പുതിയൊരാളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 5x എന്ന് എഴുതി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ആഡാണ് ചെയ്യാൻ പോകുന്നത് എല്ലാത്തിലും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കാം. 7 -
7 പ്ലസ് -2 ഓക്കെ, അഡീഷൻ അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 7 പ്ലസ് -2 അതായത് 7 - 2 വിച്ച് ഈസ് 5. പിന്നെ ആ XY എന്നുള്ളത് അതുപോലെ എഴുതാം. അഡീഷനാണ്, ഒന്ന് ചിന്തിച്ച് നോക്കണം, അഡീഷനാണ്. ഇനി ഇവിടെ 5YZ 4YZ രണ്ട് ലൈക്ക് ടേംസ്. അപ്പോൾ നമ്മളെ റൂൾ എങ്ങനെയായിരുന്നു? അതായത് കോയിഫിഷ്യൻ്റ് രണ്ടും ആഡ് ചെയ്യുക. 5 + 4 എന്തായിരുന്നു? 9. ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കണേ. 5 + 4 9 ആണ്. ഇവിടെ +9 എന്താ 5 + 4 എന്ന് പറയുന്നത് +9 ആണ്. ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളിവിടെ ചെയ്തത് 7 - 2 എന്നല്ലായിരുന്നു, 7 + -2 എന്നായിരുന്നു, വിച്ച് ഈസ് നത്തിങ് ബട്ട് 7 - 2 അങ്ങനെ 5 കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള ആ വേരിയബിൾസിനെ അതുപോലെ എഴുതുന്നു. ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ കുറച്ച് കൂടിയ സാധനങ്ങളാണ്. എന്തൊക്കെയാണ്? -3 + 9 -3. ഓക്കെ, അപ്പോൾ ഞാൻ -3 -6 +9 എന്ന് പറയുന്നത് എന്തായിരിക്കും? 9 - 6 വിച്ച് ഇസ് 3 പോസിറ്റീവ് 3. ഇനി ZX പോലെ എഴുതി. ഓക്കെ, ഇനി എന്താ ഉള്ളത്? -4y ഉണ്ട്. ഓക്കെ, കാരണം അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേറെ ആരുമില്ല, അപ്പോൾ അതുപോലെ തന്നെ എഴുതി. പിന്നെ +5x ഉണ്ട്. ഇനി നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ. 5xy 9yz 3zx 5 + 5x കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച്മെൻറ്റ് ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്നും ഒരു കുഴപ്പമില്ല. ഇനി എന്താണ്? -4y ശരി, കണ്ട, ഇങ്ങനെയാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു ഇത് കാണുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 80 to 90% നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, XZഉം ZXഉം സെയിം ആണ്. ഇനി സബ്ട്രാക്ഷൻ ഓഫ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണ്? സബ്ട്രാക്ഷൻ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. സബ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, അഡീഷൻ ഓഫ് ഓപ്പോസിറ്റ് സൈൻ ആണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് കത്തിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് നോക്ക്. ഈ സബ്ട്രാക്ഷനിൽ വേറൊരു കാര്യം കൂടി ചിന്തിക്കാൻ കേട്ടോ. ഇവിടെ കണ്ട ക്വസ്റ്റ്യൻ തന്നെ, സബ്ട്രാക്ട് 5x ഇത്രയും വലിയൊരു എക്സ്പ്രഷൻ, ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫ്രം ഇത്രയും വലിയൊരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ കേട്ടാ. പക്ഷേ ഇത് കണ്ട, സബ്ട്രാക്ട് ഇത് ഫ്രം ഇത്. അപ്പം ഫ്രം ഇതെന്ന് ചോദിച്ചാൽ ആ ഫ്രം ആയിരിക്കണം ആദ്യം എഴുതേണ്ടത്. ഓക്കെ, ഞാൻ പറയാണ് സബ്ട്രാക്ട് 2 ഫ്രം 7 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ആദ്യം എഴുതേണ്ടത്? 7 - 2 എന്നാണ് ഉദ്ദേശിച്ചവർ. മനസ്സിലായോ? 2 - 7 എന്നല്ല, കാരണം രണ്ടും തമ്മിൽ കിട്ടുന്ന ആൻസർ വ്യത്യാസമാണ് സബ്ട്രാക്ഷനിൽ. ഓക്കെ, അതുകൊണ്ടാണ് അവർ പറയുന്നത് സബ്ട്രാക്ട് 2 ഫ്രം 7 ആണെങ്കിൽ 7 - 2 ആ ഫ്രം കഴിഞ്ഞിട്ടുള്ളതായിരിക്കണം ആദ്യം എടുത്ത് എഴുതേണ്ടത്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ആദ്യം എടുത്ത് എഴുതേണ്ടത് എന്താ? ഫ്രം കഴിഞ്ഞിട്ടുള്ള 7x² - 4xy + 8y² + 5x - 3y. ഓക്കെ, ഇനി മൈനസ് ആണേ, സബ്ട്രാക്റ്റ് ആണ് അവർ ചെയ്യാൻ പറഞ്ഞത്. മൈനസ് എന്താ ചെയ്യേണ്ടത്? 5x² ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി ചെയ്താൽ അതായിരിക്കും നല്ലത്. ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയതാ, കുറച്ച് ഇങ്ങോട്ട് മാറ്റിയതാ. ഓക്കെ, 7x² അത് ഞാൻ എഴുതുന്നില്ല, ഇതാ അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ആവും. 7x² - 4xy + 8y². നമ്മൾ ഈ മാത്സ് ചെയ്തിട്ടുണ്ടല്ലോ ക്ലിയർ ആയിട്ട്, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്നെ ആ ലെറ്റേഴ്സും ഇതുമെല്ലാം വിസിബിൾ ആയിട്ട് എഴുതാൻ നോക്കണം. ഓക്കെ, ഇനി എന്താ പറഞ്ഞവർ? മൈനസ് നമ്മളെ ഇനിയുള്ളതെല്ലാം ബ്രാക്കറ്റിൽ എഴുതാൻ നോക്കണേ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനിയുള്ളതെല്ലാം, കാരണം നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയുള്ളതെല്ലാം ബ്രാക്കറ്റിൽ എഴുതാൻ നോക്കണം. കാരണം ആ മൈനസ് ഫ്രം കഴിഞ്ഞിട്ടുള്ള ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതിയതിന് ശേഷം പിന്നെ മൈനസ് ഇട്ടതിന് ശേഷം ഒരു ബ്രാക്കറ്റിൽ ഇട്ടതിന് ശേഷം ആയിരിക്കണം ബാക്കി എഴുതേണ്ടത്. ഇനി നമുക്ക് നോക്കാം. ഈ 7x² - 4xy + 8y² + 5x - 3y അതുപോലെ ഇരിക്കും. ഇനി ഈ മൈനസിന് നമ്മൾ ഇട്ട് കൊടുക്കുക. കണ്ട, ഇപ്പോൾ ബ്രാക്കറ്റ് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഇനി മൈനസും +5x² കൂടി കൂട്ടിയിട്ട് എന്തായിരിക്കും പറയാം? -5x². മൈനസ് ഇൻറ്റു -4y² നമ്മൾ എന്ത് പറയും? +4y². കണ്ട, സൈൻ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോവാണ്. മൈനസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് ഇടും, മൈനസ് ആണെങ്കിൽ പ്ലസ് ഇടും. മൈനസ് മനസ്സിലായല്ലോ. അപ്പം ഇനി അടുത്ത് എന്താ? ഇവിടെ -5x² + 4y². അടുത്തെന്താ? -6y. അതിന് അടുത്തെന്താ? മൈനസ് ഇൻറ്റു മൈനസ് +3. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് കണ്ട, ഇതിപ്പോൾ എന്താ? എല്ലാം അഡീഷൻ ആയല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ആ റൂൾ ബുക്കിൽ അഡീഷൻ്റെ റൂൾ എന്താ പറഞ്ഞത്? ആദ്യം ലൈക്ക് ടേംസിനെ അറേഞ്ച് ചെയ്യുക. x², ഈ x² പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. x² പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇല്ല. xy ആണ്, y² ആണ്, x ആണ്, y ആണ്. x² ഇതായിരിക്കണം. ഇനിയും ഉണ്ടോ നോക്കാം. y² y3. ഓക്കെ, അപ്പം അമ്മ രണ്ടുപേരും ഒരുമിച്ചെടുത്ത് എഴുതി ഞാൻ 7x² - 5x². ഓക്കെ, ഇനി അടുത്ത ആൾ ഞാൻ അതിലെ കളർ മാറ്റാം, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ
മനസ്സിലാവില്ല. ഇനി ഇതാണ് -4xy. ഞാൻ പറഞ്ഞു 4xy അല്ല -4xy ആ XY കൂടെ ഉണ്ടോ നോക്കിയാൽ മതി. മറ്റേ കോയിഫിഷ്യൻ്റ് ഉള്ളത് നോക്കണ്ട. ഇവിടെ കോയിഫിഷ്യൻ്റ് എന്താ -4, അത് നോക്കണ്ട. ലൈക്ക് ടേംസ് ആവാൻ നമ്മൾ എന്ത് ആയിരിക്കുന്നാൽ മതി, ഈ വേരിയബിൾസിൻ്റെ പവേഴ്സ് സെയിം ആയാൽ മതി. XY ഉണ്ടോ? ഇല്ല XY ഇല്ല. ഓക്കെ, അപ്പം ഞാൻ XY അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ഇനി അടുത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളെ y², 8 + 8 y² ഉണ്ടോ? വേറെ ഇതായിരിക്കുന്നു y². പിന്നെ വേറെ എവിടെ ഇല്ല. ഓക്കെ, അപ്പം അവന്മാർ രണ്ടുപേരും ഞാൻ ഒരുമിച്ച് എഴുതി 8y² + 4y². ഇനി അടുത്ത ആരാണ്? 5x ഇങ്ങോട്ടേക്കുണ്ടോ? കാരണം നമ്മൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ഇനി ഇങ്ങോട്ടേക്കുണ്ടോ എന്ന് നോക്കുന്നത്, റൈറ്റ് സൈഡിലോട്ട്. 5x കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, 5x ഇല്ല, അവൻ ഒറ്റയാണ്. അപ്പോൾ 5x. ഓക്കെ, ഇനി അടുത്ത എന്താണ്? -3y കൂടെ ആരെങ്കിലും ഉണ്ടാവും? -3y അതായിരിക്കണം -6y. അപ്പം -3y -6y കൂടി ഞാൻ ഇനിയിപ്പോൾ എഴുതാണ്. -3y -6y. ഇനി വേറെ ആരാ ഉള്ളത്? 5x² കണ്ട, നമ്മൾ ഓൾറെഡി എടുത്തു. അതിനാണ് ഞാൻ മറ്റേ അടിയിൽ 2 അണ്ടർലൈൻ ഇട്ടായിരുന്നല്ലോ, അപ്പോൾ അത് എടുത്തു. ഇവന് 4y² നമ്മൾ എടുത്തു. ഇതിന് നമ്മൾ 2 അണ്ടർലൈൻ എടുത്തു. ഇനി ആരാ ബാക്കിയുള്ളത്? 3 ആണ് ബാക്കിയുള്ളത്. ഇനി നമുക്ക് കണ്ട ലൈക്ക് ടേംസിന് ആഡ് ചെയ്യാം. 7 + -5 which is 2x². ഇനി -4xy അവൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല അല്ലേ, നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. ഇനി 8y² 4y², അവർ രണ്ടുപേരും കൂടെ കൂട്ടുമ്പോൾ എന്തായിരിക്കും? 12y². പിന്നെ ആരാളുള്ളത്? 5x ഒറ്റക്ക കണ്ട, അവന് ലൈക്ക് ടേംസ് ആരുമില്ല. എക്സ് എന്നുള്ള ടേംസ് കോഫിഷ്യൻ്റ് ഉള്ള വേറെ ആരുമില്ല. എക്സിൻ്റെ കൂടെ കോഫിഷ്യൻ്റ് ഉള്ള വേറെ ആരുമില്ല. പിന്നെ ആരാളുള്ളത്? -3y -6y -3 -6 is -9. പിന്നെ y അതുപോലെ തന്നെ എഴുതാം +3. ഇനി നമുക്കിത് കറക്റ്റാണോ നോക്കണ്ടേ? നോക്കാം. ചേഞ്ച് സൈൻസ് ഓഫ് ദ സെക്കൻഡ് എക്സ്പ്രഷൻ ആൻഡ് ആഡ്. അതല്ലേ നമ്മൾ ചെയ്തത്. കണ്ട, മൈനസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്തത്? ഈ മൈനസ് എടുത്ത് ഇട്ട് കൊടുത്തു. അതാണ് ചെയ്തത്. ഇവിടെ പ്ലസ് ഉണ്ടായിരുന്ന സൈൻ നമ്മൾ ചേഞ്ച് ചെയ്ത് മൈനസ് ആക്കി. ഇവിടെ മൈനസ് ഉണ്ടായിരുന്ന സൈൻ നമ്മൾ ചേഞ്ച് ചെയ്ത് പ്ലസ് ആക്കി. അതാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അതിനുശേഷം നമ്മൾ ആഡ് ചെയ്തു. അത്രയും ഉണ്ടായിരുന്നു നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പം അതിൻ്റെ ഉത്തരം എഴുതിയിട്ടില്ല. ഇതാണ് ഉത്തരം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ കിട്ടും. ഇതിന് നമുക്ക് ഇനി ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. x² എന്നുള്ള വേറെ ടേംസ് ഉണ്ടോ? ഇല്ല, അപ്പോൾ അവിടെ നിന്നു. XY ഉള്ള വേറെ ടേംസ് ഉണ്ടോ? ഇല്ല, അപ്പോൾ അവിടെ നിന്നു. y² ഉള്ള വേറെ ടേംസ് ഉണ്ടോ? ഇല്ല, y ആള് ഇല്ല. yൻ്റെ പവർ സെയിം ആണോ? അല്ല, അപ്പോൾ അത് ലൈക്ക് ടേംസ് അല്ല. 5x അതിൻ്റെ കൂടെ ഉള്ള വേറെ ആരുമില്ല. 3 കാണാം, എല്ലാം ഡിഫറൻ്റ് ആണ്, എല്ലാം അൺലൈക്ക് ടേംസ് ആണ്. അപ്പോൾ അവിടെയാണ്, ഇതാണ് നമ്മുടെ സബ്ട്രാക്ഷൻ ചെയ്തതിന് ശേഷം കിട്ടുന്ന ആൻസർ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എക്സ്പ്രഷൻ. ഞാൻ പറഞ്ഞു 2 × x × y എന്ന് പറഞ്ഞാൽ 2 ഒരു ടേം, x ഒരു ടേം, y ഒരു ടേം. അല്ല, അത് ഓർക്കണം. അങ്ങനെയല്ല. 2 × x × y എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2xy. ഈ 2xy എന്ന് പറയുന്നത് ഒറ്റൊരു ടേമാണ്. കണ്ട, 2xy എന്ന് പറയുന്നത് ഒറ്റൊരു ടേമാണ്. ഓക്കെ, എന്നാൽ 2 × x × y + z എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും? 2 × x × y which is 2xy + z. യെസ്, ഇതിനെ ഞാൻ എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് പറയാം? z ഒരു ടേമാണ്, 2xy ഒരു ടേമാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എക്സ്പ്രഷൻ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഏരിയ കണ്ടുപിടിക്കുന്നത്. ഏരിയ നമുക്കറിയാം, റെക്ടാങ്കിൾ ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത് ഇപ്പം L+5 ആണെന്ന് വിചാരിച്ചോ, ബ്രെഡ്ത്ത് ഇപ്പം B-3 ആണെന്ന് വിചാരിച്ചോ. നമ്മൾ സാധാരണ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുമല്ലോ. അത് പക്ഷേ നമുക്ക് ഈ 5 സെൻറ്റിമീറ്റർ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ വേരിയബിൾസ് എല്ലാം ഇട്ട് എഴുതുന്നത്, വേരിയബിൾസും കോൺസ്റ്റൻസും എല്ലാം ഇട്ട്. അപ്പോൾ L+5 സെൻറ്റിമീറ്റർ ആയിരുന്നു, പക്ഷേ അത് നമ്മൾ പിന്നീടാണ് കണ്ടുപിടിക്കണേ. ഓക്കെ, അപ്പോൾ അത് വിട്ടേക്ക്. L+5 ആണെന്ന് വിചാരിച്ചോ. L+5 സെൻറ്റിമീറ്റർ ആണ് നമ്മളെ ലെങ്ത്ത്, B-3 സെൻറ്റിമീറ്റർ ആണ് നമ്മളെ ബ്രെഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? L+5 × B-3. മനസ്സിലായോ? ഇതെങ്ങനെ ചെയ്യുന്നതുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി വോളിയം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ലെങ്ത്ത് L × B × H. അപ്പോൾ ലെങ്ത്ത് ഇപ്പോൾ ഇതാണെന്ന് വിചാരിച്ചോ, ബ്രെഡ്ത്ത് ഇപ്പോൾ ഇതാണെന്ന് വിചാരിച്ചോ, ഹൈറ്റ് ഇപ്പോൾ ഒരു L+2 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. മനസ്സിലായോ? അങ്ങനെ നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ ഗുണമെല്ലാം മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നമുക്ക് കോസ്റ്റ് കണ്ടുപിടിക്കാനും പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഇപ്പോൾ 5 പേന
5 രൂപ വീതം ആണ്. ഒരു പേനക്ക് 5 രൂപ വീതം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? 5 പേന ഇൻറ്റു 5 രൂപ 25 രൂപ കൊടുത്താലേ നമുക്ക് 5 പേന കിട്ടത്തുള്ളൂ. കാരണം ഒരു പേനയുടെ വില 5 രൂപ. അതുപോലെ ഈ 5 പേനയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്പോൾ ഞാൻ പറയാണ്, എനിക്ക് B+3 = 5 ആയിരുന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായത് 5 പേനയാണ്. അപ്പം ഇപ്പം ഞാൻ പറയാം B+3 പേന എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഓരോ പേനയുടെ വില Y+1 ആണെന്ന് ഞാൻ പറഞ്ഞു, റുപ്പീസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? B+3 × Y+1, Y+1. മനസ്സിലായോ? Y+1. ഇത് നമുക്ക് ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്താണ് ആൻസർ. ഇനി ഈ ബിയിനൊരു വാല്യൂ വൈനൊരു വാല്യൂ കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ഈ ബിയിലെയും വൈൻ്റെയും വാല്യൂ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ നമുക്ക് തരണം. എന്താണ് B = 5 ആണെങ്കിൽ നമ്മൾ ആ 5 നമ്മൾ ആ കിട്ടിയ ആൻസറിൽ ഇട്ട് കൊടുക്കും. Y = 1 ആണെങ്കിൽ 1 നമ്മൾ ആ കിട്ടിയ ആൻസറിൽ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇത് ഇപ്പം നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, നമ്മൾ അങ്ങോട്ടേക്ക് വരും. ഇനി മോണോമിയൽ ബൈ മോണോമിയൽ നമുക്കറിയാം. മോണോമിയൽ ഇസ് എ പോളിനോമിയൽ വിത്ത് എന്താണ് 1 ടേം 5x 1 ടേം. മനസ്സിലായോ? ഇപ്പം ഇവിടെ നോക്കിയാൽ അങ്ങനെ അവർ പറയാണ് ഈ 5x എന്ന ഒരു ടേം വിച്ച് ഇസ് എ മോണോമിയൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4y എന്ന അതർ മോണോമിയലായിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഒന്നുമില്ല. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആണ്. എന്താണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് ആണ്. ഒന്നുമില്ല, കോയിഫിഷ്യൻ്റ് അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, മറ്റേത് അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 × 4 20, x × y നമുക്ക് x² എന്നൊന്നും എഴുതാൻ പറ്റത്തില്ലല്ലോ, കാരണം ഒരെണ്ണം x ഒരെണ്ണം y അല്ലേ, xy. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പം 5x × -3y, 5 × -3 വിച്ച് ഈസ് -15, പിന്നെ x × y xy. ഇത്രയേ ഉള്ളൂ. ഇനി 5x 4x², 5x 4x², 5x 4x² ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 5 × 4 20, x × x² x³. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ x × x⁴ എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോ. എന്താണ്? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു x ഉണ്ടായിരുന്നു, ഇവിടെ x⁴ എന്ന് വെച്ചാൽ എന്താ? x അല്ലേ? അതാണ് x⁴ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പം എത്ര x ഉണ്ട്? 1 2 3 4 5 x × 5 x⁵ സോറി ഇൻറ്റു അല്ല x⁵. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇപ്പം x × x⁴ എന്ന് പറയുമ്പോൾ 100 പ്രാവശ്യം x എഴുതിയിട്ട് പിന്നെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പോൾ അതിനൊരു എളുപ്പ വഴിയുണ്ട്. ഇത് കണ്ട, x ഇവിടെ പവർ എന്താ? 1, ഇവിടെ പവർ എന്താണ്? 4. അപ്പം ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പം x⁴ 1 + 4 വിച്ച് ഇസ് 5. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു അഡീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ x × x⁴ എന്ന് പറയുമ്പോൾ എത്രയാണ്? x⁴ 1 × x⁴ ആണ്. x⁴m × x⁴n = xm + n. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? x⁴ 1 × x⁴ എന്ന് പറയുന്നത് എന്താ? x⁴101. എളുപ്പമല്ലേ? ഇനി x⁻³ × x⁻² എന്താ? x⁻³ -3 + 2 വിച്ച് ഇസ് -1. മനസ്സിലായോ? -3 + 2 വിച്ച് ഇസ് -1. x⁻³ -1 വിച്ച് ഇസ് 1/x. അത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതിങ്ങനെ എഴുതി വെച്ചാൽ മതി, ആൻസർ കിട്ടും. മനസ്സിലായോ? അത് മോണോമിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ ടേംസ് ആണല്ലോ അല്ലേ? ഇനി 3 മോണോമിയൽ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇവിടെയൊക്കെ കണ്ട, ഇവിടെ 2 മോണോമിയലുള്ളൂ, ഒരു ടേം അങ്ങനെ നമ്മൾ ചെയ്തത്. ഇനിയിപ്പം 3 മോണോമിയൽ ഉണ്ടെങ്കിൽ ഒരു ടേം അങ്ങനെ 3 മോണോമിയൽസ് ഒരുമിച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ആൻസർ കിട്ടും? അതാണ് അവർ പറയുന്നത്. അപ്പം സെയിം ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? 2 × 5 ഇത്രയും ഉണ്ടായിരുന്നു വിചാരിച്ചോ. ഇത് നോക്കണ്ട, ഇത്രയായിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയും? 2x × 5y എന്ന് പറയുന്നത് 2 × 5 വിച്ച് ഇസ് 10, x × y എന്ന് പറയുന്നത് xy. ഇങ്ങനെയായിരുന്നു നമ്മൾ എഴുതിക്കൊണ്ടിരുന്നിരുന്നത്. ഇനിയിപ്പോൾ 2x × 5y × 7z ആണെങ്കിൽ 2 × 5 10, 10 × 7 70, x × y × z xyz. മനസ്സിലായോ? ഇനിയിപ്പോൾ 2x × 5x² × 7z എന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 × 5 മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ഒന്നും ചിന്തിക്കുന്ന പോലും ഇല്ല. 2 × 5 10, 10 × 7 70, 70 ഇത് കണ്ട എക്സ് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പം x × x² എന്ന് പറയുന്നത് നമുക്കറിയാം. x × x² എന്ന് പറയുന്നത് x³. ഓക്കെ, പിന്നെ ഒരുത്തനും കൂടി ഉണ്ട് × z എന്ന് പറയുന്നത് × z, കാരണം അവനെ നമുക്ക് എങ്ങോട്ടും കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ,
ഇനി മോണോമിയൽ ഇൻറ്റു ബൈനോമിയൽ, അതായത് ഇവിടെ ഒരു ടേം, ഇവിടെ ഒരു ടേം, എ എന്നൊരു ടേം, ഓക്കെ, ഇൻറ്റു ബൈനോമിയൽ എന്താണ് ബി പ്ലസ് സി എന്ന് പറയുന്നത് ബൈനോമിയൽ. ഫോർ എക്സാമ്പിൾ 5y ഒരു ടേം ഇൻറ്റു 2y പ്ലസ് 3 കണ്ട, ഇവിടെ 2 ടേം ഉണ്ട്, 1 2, ഓക്കെ. അപ്പോൾ മോണോമിയൽ ഇൻറ്റു ബൈനോമിയൽ പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? ഈ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് നോക്കാം. മോണോമിയൽ ഇൻറ്റു ബൈനോമിയൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇത്രയേ ഉള്ളൂ. അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 5y ഇൻറ്റു 2y എന്താ? 5y ഇൻറ്റു 2y എന്താ? 5 ഇൻറ്റു 2 10, y ഇൻറ്റു y സ്ക്വയർ, ഓക്കെ, പ്ലസ് ഈ പ്ലസ് ഞാൻ അടുത്ത് എഴുതി പ്ലസ്. ഇനി 5y ഇൻറ്റു 3 എന്താ? 5 ഇൻറ്റു 3, ഇവിടെ കണ്ട, ഇവിടെ ഒരിടത്ത് കോയിഫിഷ്യൻറ്റും വേരിയബിളും ഒരിടത്ത് കോൺസ്റ്റൻറ്റും. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം കൂടിയില്ല. നമ്മൾ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഡയറക്റ്റ്, ഓക്കെ, വേരിയബിൾസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 5 ഇൻറ്റു 3 വിച്ച് ഈസ് 15. പിന്നെ എന്താ ഉള്ളത്? ഒരു വൈ കൂടി ബാക്കിയില്ലേ? കണ്ട, ഈ 5y ഇതുണ്ടല്ലോ, ആ വൈ ആണ് ഞാൻ എഴുതുന്നത്. 5 ഇൻറ്റു 3 15y. അപ്പം ഇതാണ് നമ്മുടെ ഉത്തരം. ഇനി കണ്ട, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ലൈക്ക് ടേംസ് അല്ല. ഇവിടെ വൈൻ്റെ കൂടെയുള്ള പവർ 2, ഇവിടെ വൈൻ്റെ കൂടെയുള്ള പവർ 1. അപ്പോൾ ദിസ് ഈസ് അവർ ആൻസർ, ഓക്കെ, ദിസ് ഈസ് അവർ ആൻസർ. ഇനി അതുപോലെ തന്നെ ഇവിടെ വേണ്ട 3 ഇൻറ്റു എന്നല്ല അവർ എഴുതിയിരിക്കുന്നത്, 3x ആണ്. ആ ഫോണ്ടിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ 3x ഇൻറ്റു 5y പ്ലസ് 2 ആണെങ്കിൽ ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 3x ഇൻറ്റു 5y വിച്ച് ഈസ് 15xy പ്ലസ് ഈ പ്ലസ് എഴുതി, ഓക്കെ. പിന്നെ എന്താണ്? 3x ഇൻറ്റു 2 വിച്ച് ഈസ് 6x. തന്നെയാണോ? യെസ്. ഇനി അടുത്ത നെഗറ്റീവ് കേസ് വന്നെന്ന് വിചാരിച്ചാൽ നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കണ്ട. നെഗറ്റീവ് കേസ് വന്നു വേണ്ട. -3x ഇൻറ്റു -5y -3x ഇൻറ്റു 2. നമുക്ക് നോക്കാം. -3 ഇൻറ്റു -5 എത്രയാണ്? +15. x ഇൻറ്റു y എത്ര? xy. എളുപ്പം. ഇനി -3x പ്ലസ് ഇൻറ്റു, ഇനി ആ പ്ലസ് അതുപോലെ തന്നെ എഴുതി. ഇനി ഞാൻ പറയാം, -3x ഇൻറ്റു 2 എത്ര? -3 ഇൻറ്റു 2 എത്ര? -6. പിന്നെ ഒരു എക്സ് കൂടി ബാക്കി ഉണ്ടായിരുന്നല്ലോ. അപ്പം -3x ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താ? -6x, ഓക്കെ. ഇനി പ്ലസും മൈനസും കൂടി ഒരുമിച്ച് ചെയ്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 15xy ആ പ്ലസിന് അങ്ങ് ഒഴിവാക്കിയിട്ട് -6x. ഇത് തന്നെയാണ് ഉത്തരം കിട്ടിയത്. യെസ്, അത് തന്നെയാണ് ഉത്തരം കിട്ടിയത്. ഇനി മോണോമിയലും ട്രൈനോമിയലും. നിങ്ങളിങ്ങനെ മോണോമിയലും ബൈനോമിയലും ആണ്, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു സാധനം കണ്ടാൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചെയ്യാൻ പറ്റണം. അത് ഒരെണ്ണം മോണോമിയലാണ്, ഇത് ബൈനോമിയലാണ്. അപ്പോൾ അങ്ങനെ മോണോമിയലാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഇങ്ങനെ അങ്ങ് പെട്ടെന്ന് ആ ഫ്ലോയിൽ തന്നെ അങ്ങ് വരണം. അപ്പം ഞാൻ കണ്ട, എനിക്ക് അറിഞ്ഞൂടെ ഇത് മോണോമിയലാണോ ബൈനോമിയലാണോ. ഞാനിങ്ങനെ ഇനി എടുത്ത് നോക്കണം. ഇത് ഒരു ടേം, അപ്പോൾ മോണോമിയൽ. ഇത് 1 2 3 ടേം, അപ്പോൾ ട്രൈനോമിയൽ. അപ്പോൾ പോളിനോമിയലാണ്, രണ്ടും പോളിനോമിയലാണ്. പോളിനോമിയൽ തന്നെ ഒരു മോണോമിയൽ ഒരു ബൈനോമിയൽ. പക്ഷേ നമ്മളെ കാൽക്കുലേഷനിൽ ദിസ് ഡസൻറ്റ് മാറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 3 ഇതുപോലെ തന്നെ എന്താണ്, എന്ത് കണ്ടാലും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 3p ഇൻറ്റു 4p വിച്ച് ഇസ് 12. ഈ p ഇൻറ്റു p സ്ക്വയർ നമുക്കറിയാം, p റേസ് ടു 1 ഇൻറ്റു p റേസ് ടു 2 ആണ്. അപ്പോൾ x റേസ് ടു m ഇൻറ്റു x റേസ് ടു n ആ ഒരു ഇതിലാണ്. അപ്പോൾ x റേസ് ടു m പ്ലസ് n. അതുപോലെ തന്നെ p ഇൻറ്റു p2 p റേസ് ടു 2 വിച്ച് ഈസ് p റേസ് ടു 3. 1 + 2 3 അല്ലേ. ഇനി പ്ലസ്, ഈ പ്ലസ് ആണ് ഞാൻ അടുത്ത് എഴുതിയത്. ഇനി നമ്മൾ വേറെന്താ? 3 ഇൻറ്റു 5 15. p ഇൻറ്റു p റേസ് ടു 2 അല്ലെങ്കിൽ p സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 7 21. കണ്ട, കോൺസ്റ്റൻറ്റ് വരെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും മൾട്ടിപ്ലിക്കേഷനിൽ. 3 ഇൻറ്റു 7 21. പിന്നെ ഒരു p ഇല്ലേ, 3ൻ്റെ കൂടെ ഒരു p ഇല്ലേ. അപ്പോൾ 3p ഇൻറ്റു 7 വിച്ച് ഇസ് 21p, ഓക്കെ. ഇനി ഇവന്മാർ എല്ലാം കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ദേ ആർ അൺലൈക്ക് ടേംസ്. നോക്കാം. യെസ്. ഇനി അടുത്ത് ബൈനോമിയലും വെച്ചിട്ട് കണ്ട, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം സെയിമാ ഒന്നുമില്ല. അതായത് നമ്മൾ നേരത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവനെ ഇങ്ങോട്ടും കൊടുക്കും, ഇവനെ ഇങ്ങോട്ടും കൊടുക്കും. പക്ഷേ ഇവിടെ രണ്ടാൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സെയിം തന്നെ. ഇങ്ങോട്ട് ആദ്യം ഇവനെ മാത്രമായിട്ട് കൊടുക്കും, പിന്നീട് ഒരു പ്ലസ് ചെയ്തതിന് ശേഷം പിന്നെ ഇവനെയും കൊടുക്കും, ഓക്കെ. പിന്നെ ഇവന് രണ്ടിടത്തേക്കും കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും തുല്യ അവകാശം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ 2a ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. 2a ഇൻറ്റു 3a വിച്ച് ഇസ് 6a² പ്ലസ് 2a ഇൻറ്റു 4b വിച്ച് ഇസ് 2 ഇൻറ്റു 4 8. a ഇൻറ്റു b ab, ഓക്കെ. ഇനി ഒരു പ്ലസ് ഇട്ടതിന് ശേഷം ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഒരു പ്ലസ് ഇട്ടതിന് ശേഷം ഞാൻ ഇവനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം 3b ഇൻറ്റു 3a വിച്ച് ഈസ് 9ba അല്ലെങ്കിൽ ab. കണ്ട, നമുക്കറിയാം ba ab അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സെയിമാണ്. പ്ലസ്
3 × 4 വിച്ച് ഈസ് 12. ഇനി ബി ഇൻറ്റു ബി ബി സ്ക്വയർ. കാരണം എന്താ ബി ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താ ബി ഇൻറ്റു 1 + ബി ഇൻറ്റു 1 ബി സ്ക്വയർ. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. വെയിറ്റ് കഴിഞ്ഞില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, എല്ലാം അൺലൈക്ക് ടേംസ് ആണോ നോക്കണം. നിങ്ങളെ ഫൈനൽ ആൻസർ ലൈക്ക് ടേംസ് ഉണ്ടെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. എ സ്ക്വയർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. എ ബി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇരിക്കണ്. ഈ എ ബി എന്നല്ലേ ബി എ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവന്മാർ രണ്ടുപേരും കൂടി ഒരുമിച്ചാക്കണ്ടേ. അപ്പോൾ 6a² വേറെ എവിടെയെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതുപോലെ എഴുതി. 8ab + 9ab. ഈ എന്ന് പറഞ്ഞാൽ എ ബി തന്നെ. 9ab എത്രയായിരിക്കും? വിച്ച് ഇസ് 17. 9 + 8 17ab, അല്ലെങ്കിൽ 9 + 8 17ba. ഓക്കെ, എങ്ങനെയാണോ ഇതാ പ്ലസ് 12b². ഇനി എല്ലാം അൺലൈക്ക് ആണോ? a², യെസ്. ab b² എല്ലാം വേറെ ടേംസ് ആണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ നിർത്തുന്നത്. ഓക്കെ, ഇത് ഫൈനൽ ആൻസർ അല്ല, ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഫൈനൽ ആൻസർ അല്ല ഇത്. ഓക്കെ, ഇത് എഴുതിയാൽ നിങ്ങൾക്ക് പകുതി മാർക്കേ കിട്ടത്തുള്ളൂ. ഇതാണ് നിങ്ങൾ ഫുള്ളായിട്ട് എഴുതേണ്ടത്. സെയിം അല്ലേ? യെസ്. ഇനി ബൈനോമിയൽ ട്രൈനോമിയൽ വെച്ചിട്ടാണെങ്കിൽ ഒന്നുമില്ല, സെയിം തന്നെ. നമ്മൾ ആദ്യം ഒരുത്തനെ എടുത്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തവനെ എടുക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യുക? ഒരുത്തനെ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് a × a² a³ + 3a² + 5a. ഞാൻ പെട്ടെന്ന് ചെയ്താൽ കാരണം എന്താ, a × 5 വിച്ച് ഇസ് 5a, a × 3a വിച്ച് ഇസ് a², പിന്നെ ആ 3 കൂടെ ഉള്ള 3a². അങ്ങനെ ഇനി ഒരു പ്ലസ് എഴുതി. എന്താ ഞാൻ പ്ലസ് എഴുതിയത്? ഈ പ്ലസ് ആണ് ഞാൻ എടുത്ത് എഴുതി. അത് ഓർക്കണേ, മറക്കല്ലേ. ഇവിടെ ഇനിയിപ്പോൾ മൈനസ് ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഞാൻ ഒന്നുമില്ലെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് അറിയാമോ? a - 7 ആണെന്ന് വിചാരിച്ചോ. a - 7 അല്ലെങ്കിൽ അത് നമുക്ക് പിന്നീട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കാണിക്കാം. ഓക്കെ, ഇതിപ്പോൾ പ്ലസ് ആണ്. പ്ലസ് ചെയ്തതിന് ശേഷം ഇനി എന്താണുള്ളത്? 7a² പ്ലസ് അടുത്തതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യല്ലേ. 7 × 3 21a + 5 × 7 അല്ല 7 × 5 വിച്ച് ഈസ് 7 × 5 = 35. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. എന്താ കഴിയാത്ത? ഇനി നമ്മൾ ലൈക്ക് ടേംസ് നോക്കുന്നു. a² ഉണ്ടോ വേറെ? അതായിരിക്കണം. a² ഇതായിരിക്കണം. a³ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ a³ അതുപോലെ തന്നെ എഴുതി. അതിനുശേഷം 3a² ഉണ്ടോ? യെസ്. വേറെ എവിടെയെങ്കിലും a² ഉണ്ടോ? ഇല്ല. അപ്പം 3 + 7 10. ഇനി a² അതുപോലെ തന്നെ എഴുതുന്നു. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ 5 മുട്ടായി 2 മുട്ടായി 7 മുട്ടായി, അല്ലാതെ 7 മുട്ടായി സ്ക്വയർ അല്ല. ഓക്കെ, മനസ്സിലായോ? ഇനി എ ടേം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അതായിരിക്കണം. അപ്പോൾ 5 + 21 വിച്ച് ഇസ് 26 a² എന്നാണോ? അല്ല, വെറും a. കാരണം നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ആഡാണ് ചെയ്യുന്നത്. ഇനി അഥവാ 5a × 21 ആണെങ്കിൽ 21a ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 21 × 5 വിച്ച് ഇസ് 105 a² എന്ന് എഴുതിയാണ്. ഇവിടെ ആയിരുന്നു നമ്മൾ a² എന്ന് എഴുതിയത്. കാരണം എന്താ? മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നു? പ്ലസ് ആഡിഷൻ. ഇനി എന്താ? നമ്മൾ ഇവനെടുത്തു. ഇനി ആരാളുള്ള ബാക്കി? 35. ഇനി നമ്മൾ വീണ്ടും നോക്കുന്നു, എല്ലാം ലൈക്ക് ടേം ആണോ അൺലൈക്ക് ടേം ആണോ? യെസ്. a³ ആണ് ഇവിടെ a² ആണ്, ഇവിടെ a ആണ്, ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എല്ലാം അൺലൈക്ക് ടേം ആണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പം ഇതേ ക്വസ്റ്റ്യൻ തന്നെ a - 7 a² + 3a + 5 ആണെന്ന് വിചാരിച്ചോ. സെയിം രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നു. ആദ്യം എന്താ ചെയ്യുക? ആദ്യം നമ്മൾ എനെ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എനെ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം. എനെ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? a × a² a³ പ്ലസ് a × 3a 3a² പ്ലസ് a × 5a പ്ലസ് a × +5 എന്ന് പറയുന്നത് 5a. a × +5 എന്ന് പറയുന്നത് 5a. കഴിഞ്ഞോ? ഇനി ഇത് ഞാൻ എടുത്ത് ഇട്ടു. എന്തിട്ടു? മൈനസ്. ഞാൻ പറഞ്ഞു എവിടെ മൈനസ് ഇടണോ? മൈനസ് ഇട്ട ഉടനെ അടുത്ത എക്സ്പ്രഷൻ എഴുതുമ്പോൾ ബ്രാക്കറ്റിൽ എഴുതണം. ഓക്കെ, ഇനി 7നെ മൊത്തത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ. അപ്പോൾ ആ മൈനസ് നമ്മൾ ഇട്ടേ. ഇനി ആ മൈനസിനെ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 7 മാത്രം എടുത്താൽ മതി. ഇനി 7 എടുത്തു. 7 × a എന്ന് പറയുന്നത് a² എന്ന് പറയുന്നത് 7a². ഇനി 7 × +3a എന്ന് പറയുന്നത് +21a. കണ്ട, ഇവിടെ നമ്മൾ -7 എന്നല്ല എടുക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ -7 എന്ന് എടുക്കാത്തത്? കാരണം മൈനസ് ഓൾറെഡി നമ്മളിവിടെ കോമൺ ആയിട്ട് ഇട്ടു. പിന്നെ നമ്മൾ -7 എന്ന് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ വെറും 7 എന്ന കോൺസ്റ്റന്റ് മാത്രം എടുത്താൽ മതി. ഓക്കെ, 7 എന്ന നമ്പർ മാത്രം എടുത്താൽ മതി. ഓക്കെ,
ഓക്കെ 21a. ഇനിയിപ്പോൾ 7 + 5 ഈസ് 35. കഴിഞ്ഞോ? ഇല്ല, നമുക്കറിയാം ഇതിപ്പോൾ നമ്മൾ മറ്റേ സബ്ട്രാക്ഷൻ ഓഫ് ആൽജിബ്രായിക് എക്സ്പ്രഷനായി. ഈ മൈനസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് അകത്തോട്ടിട്ട് ചേഞ്ച് ദ സൈൻ ആൻഡ് ദെൻ ആഡ്. സബ്ട്രാക്ഷനിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ചേഞ്ച് ദ സൈൻ ആൻഡ് ദെൻ ആഡ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്താൽ a³ + 3a² + 5a. ഇനി ഈ മൈനസ് 7a² അല്ലേ? ഇവിടെ പ്ലസ് ഉണ്ടായിരുന്നു, + 7a² ഉണ്ടായിരുന്നു. ഈ മൈനസ് അകത്ത് വന്നപ്പോൾ -7a². ഇനി +21a -21a. കാരണം നമ്മൾ ഈ മൈനസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് സാരം. ഇനി ഇവിടെ -35. ഓക്കെ, പ്ലസ് ഉണ്ടായിരുന്നു, മൈനസായി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വെറും ആഡ് ചെയ്യുന്നു. a³ കൂടെ വേറെ ആരെങ്കിലും ടേം ഉണ്ടോ? ലൈക്ക് ടേം ഉണ്ടോ? ഇല്ല. അപ്പോൾ a³ അതുപോലെ ഇരുന്നു. 3a². കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇതായിരിക്കണം. ആരാ ഉള്ളത്? -7a². അപ്പോൾ a² -7a² എത്രയാണുള്ളത്? -4a². a⁴ അല്ല, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല നമ്മൾ ചെയ്യുന്നത്, പ്ലസ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഇനി നമുക്ക് എന്താ 5a. എൻ്റെ കൂടെ അതായിരിക്കണം -21a. വെറും 21a അല്ല, -21a. കൂടെ ഉള്ളത് ആരാന്നും കൂടി നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? -16 ആണെന്ന് തോന്നുന്നു അല്ലേ? യെസ്, -16a. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? യെസ്, അവസാനം -35. കോൺസ്റ്റന്റ് വേറെ ഏതെങ്കിലും കോൺസ്റ്റന്റ് ഉണ്ടോ? ഇല്ല. അപ്പം ആ കോൺസ്റ്റന്റ് അതുപോലെ തന്നെ എഴുതി. ഇനി വീണ്ടും നമ്മൾ നോക്കുന്നു, അൺലൈക്ക് ടേംസ് അല്ലേ എല്ലാം എന്ന്. യെസ്, a³ ആണ് ഒരിടത്ത് a² ആണ്, ഒരിടത്ത് a ആണ്, ഒരിടത്ത് കോൺസ്റ്റന്റ് ആണ്. അപ്പം ദിസ് ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മറക്കല്ലേ. ഇനി ഇതേ സാധനം തന്നെ എനിക്ക് വേറെ രീതിയിലും കൂടി ചെയ്യാം കേട്ടോ. അതായത് a-7 എന്നായിരുന്ന ക്വസ്റ്റ്യൻ എനിക്ക് ഇങ്ങനെ ഇത് കൂടെ a + -7 × a² + 3a + 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇതുപോലെ ചെയ്യും a. ഓക്കെ, അപ്പം അതെന്ത് കിട്ടും? a³ + 3a² + 5a. ഓക്കെ, ഇനി ഞാനിവിടെ എന്ത് കൊടുക്കും? ഇത് കൊടുക്കും, പ്ലസ്. എന്നിട്ട് പ്ലസ്. അങ്ങനെയാണെങ്കിൽ പ്ലസ് ആണെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി -7 × a², -7a². -7 × 3a, -21a. -7 × 5, -35. ഇതന്നെയല്ലേ നമ്മൾ ഇതും ഇതന്നെയല്ലേ നമ്മൾ ഇതും? ഇത് രണ്ടും സെയിം അല്ലേ? ഒന്ന് നോക്കി കണ്ട, സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിലും ചെയ്യാം. ഏതൊക്കെയാണ് ആ രണ്ട് രീതി? രണ്ട് രീതി? ഒരു രീതി എന്ന് പറയുന്നത് ദാ ഇതുപോലെ a⁻⁻7 ആണെങ്കിൽ ആ മൈനസ് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് കൊടുക്കുന്നത്. ഇതാണ് ഒരു രീതി. മെത്തേഡ് 1. ഓക്കെ, ഓർ നിങ്ങൾക്ക് ആ a-7 എന്നുള്ളത് a + -7 എന്ന രീതിയിലാക്കാം. എന്ന രീതിയിലാക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കി. അതായത് ഇവിടെ ഇപ്പോൾ എത്ര ടേംസ് ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കിയേ. എത്ര ടേംസ് ഉണ്ടായിരുന്നു? 1 2 3 4 5 6 6 ടേംസ് ഉണ്ടായിരുന്നു. നമ്മൾ ലൈക്ക് ടേംസ് എല്ലാം കൂടി സിംപ്ലിഫൈ ചെയ്തെടുത്തപ്പോൾ 1 2 3 4 4 ടേംസായി മാറി. ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മൊത്തത്തിലുള്ള ഉള്ളടക്കം. നിങ്ങൾ ഇത്രയും വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും 80 to 90% നിങ്ങൾ ഇത് കോൺസെപ്റ്റ്സ് ക്ലിയറാണ്. നിങ്ങൾക്ക് ഇനി ഇതുപോലെയുള്ള ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ആ ഒരു ഐഡൻറ്റിറ്റീസ് എന്ന ഒരു ചെറിയ കോൺസെപ്റ്റ് കൊണ്ടുപോയാൽ ബാക്കിയുള്ളൂ. അതിനുശേഷം നമ്മൾ ഇത് കഴിഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വേണമെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടേ എന്നുള്ള ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.